ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു തരാം കേട്ടോ. ഹലോ, കുറെ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് വിചാരിച്ച് ഒരു ലോങ് വീഡിയോ ഒന്ന് ചെയ്തേക്കാന്ന്. വേറൊന്നും കൊണ്ടല്ല, പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കുറഞ്ഞു വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഇത് കണ്ടോ, മുടി ഫുള്ള് ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ഒക്കെ വന്ന് തുടങ്ങി. അപ്പൊ ഇന്ന് ഇതിനൊരു തെറാപ്പി കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ഹെയർ കെയർ ട്രീറ്റ്മെന്റ്. അപ്പം ഓൾറെഡി ഞാൻ തേക്കുന്ന എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയാം എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. വേണ്ടേ, ഇതാണ് ഞാൻ തേക്കുന്ന എണ്ണ. കാണാൻ പറ്റുമോ? ടിങ് ടിങ്. ഈ സാധനമാണ് തേക്കുന്നത്. അപ്പൊ ചൂടുണ്ട് കേട്ടോ, വലിയ ചൂടൊന്നുമില്ല, ഒരു ചെറിയ ചൂട്. അത് നമ്മൾ ആദ്യം സ്കാൽപ്പ് മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഈ ക്യാമറ നോക്കി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തുമായിട്ട് തേക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമുക്ക് മാക്സിമം പറ്റാവുന്നിടത്തെല്ലാം തേച്ച് പിടിപ്പിക്കുക. മുടിയിലും കൂടെ കുറച്ച് തേക്കണം കേട്ടോ. ഞാനൊരു വീക്കിലി 2 to 3 times ഒക്കെ എണ്ണ തേക്കാറുള്ളൂ. ഞാൻ എണ്ണ വെച്ചിട്ട് വരാം. ഇങ്ങനെ ക്യാമറ വെച്ച് എണ്ണയേക്കാൻ പാടാം. ഓക്കെ, അപ്പോൾ ഒരു 10 minute ഒക്കെ ആയി കാണും കേട്ടോ. ഞാൻ എണ്ണ തേച്ച് മൊത്തത്തിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്ത്. ഒരുപാട് എണ്ണ ഞാൻ തേക്കത്തില്ല കേട്ടോ, കാരണം ഒരുപാട് എണ്ണ വെച്ചാൽ കണ്ണിനകത്തോട്ട് വന്നിട്ട് കണ്ണ് ഭയങ്കര ചൊറിച്ചിൽ വരും. കൊണ്ട് തീർക്കാറില്ല. ഞാൻ എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് പണ്ട് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത്രയും നീളമുള്ളതായിട്ട് കാണാം. ഇച്ചിരി ബാക്കിലോട്ട് എനിക്ക് ഇത്രയും നീളമൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി താഴെ. അപ്പോൾ നീളം ഉണ്ടെങ്കിൽ തിക്നെസ് അത്ര ഇല്ലായിരുന്നു, മുടി ഭയങ്കര പൊഴിച്ചിലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വഴി എഴുകുവാണൊരു ക്യാസേന്നാന്ന് തോന്നുന്നു, ഒരു പുതിയ സലൂൺ തുടങ്ങിയായിരുന്നു. അപ്പം അവിടെ പോയി ഹെയർ കട്ട് ചെയ്ത്. ഞാനിങ്ങനെ ഈ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരനുസരിച്ച് മുടി പൊഴിയും അങ്ങനെയൊക്കെ. ചിലത് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിളിക്കും എന്ന് പറയും, ചിലത് കട്ട് ചെയ്താൽ കുറേ പൊഴിയും എന്ന് പറയും. പക്ഷെ അവിടെ ഒരു ചേട്ടനായിരുന്നു കട്ട് ചെയ്തത്, നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് പറഞ്ഞിട്ട് ഭയങ്കര മുടി പൊഴിച്ചിലായിരുന്നു. പിന്നെ അത് ഞാൻ എണ്ണയും മാറ്റി കേട്ടോ. പിന്നെ അത്രയും പൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം അത്യാവശ്യം ഉള്ളോടെ ഈ സ്റ്റെപ്പ് കട്ട് വെട്ടിയായിരുന്നെങ്കിലും സ്റ്റെപ്പൊക്കെ പോയി കേട്ടോ. ഇനി ഇച്ചിരി കൂടെ നീട്ടി വളർത്തിയിട്ട് എന്ത് ചെയ്യണം, നേരെ ആക്കണം. നേരെ ആക്കുമ്പോഴത്തേ കുറച്ചുകൂടെ അധികം മുടി പോകും. അപ്പം കുറച്ച് നീട്ടി വളർത്തണം ആദ്യം. പക്ഷെ പുള്ളിക്കാരൻ അവിടെ വെട്ടിയതുള്ളൂ കേട്ടോ. വെട്ടിയ പിന്നെ അധികം മുടി ഒഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി ഒരു പരിപാടിയും ഉണ്ട്. അതിന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണം. ഞാൻ ഇപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കാം. നമ്മുടെ എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളം, ഇത്തിരി ചൂടല്ല, ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ടവല് നനച്ച്, എന്നിട്ട് ഒരു ചെറിയ ചൂടേ ഉള്ളൂ, നമ്മൾ കുറച്ചേറെ തലയിൽ കെട്ടി വെക്കും. ഞാൻ കെട്ടി വെച്ചിട്ട് വരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം, പക്ഷെ കുറച്ച് നേരം മതി കേട്ടോ. വലിയ ചൂടൊന്നുമില്ല, ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ആദ്യം എണ്ണ വെച്ച് നമ്മൾ കാച്ചി തേച്ച്, എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ കെട്ടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കളയാം. ഇനി നെക്സ്റ്റ് ഒരു ഫേസ് പാക്ക് കൂടെ ആയ നമ്മുടെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ കോലരക്ക് അതും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത സാധനം കേട്ടോ. അതിങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഒരു ദിവസം തേച്ചൊന്നും സംഭവിക്കത്തില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് തേക്കണം. എൻ്റെ പാക്കറ്റ് തീരാറായി. ഇതൊരു 10 മിനിറ്റ് വെച്ചേക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. ഞാൻ മുടി അഴിച്ചിട്ടേക്കുന്നോണ്ട് ഒരു പാടുണ്ട്. ഇത് വനശ്രീയുടെ കേട്ടോ, വനശ്രീയുടെ കോലരക്ക. നയന കൊട്ടാരക്കരയിൽ നിന്ന് കണ്ടു വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലൊക്കെ ഏറ്റവും നല്ലത് ശരിക്കും വെള്ളം കുടിക്കുന്ന കേട്ടോ. ദിവസം ഒരു 2-2 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറൽ ഗ്ലോ കിട്ടും. കഴുത്തിലൊക്കെ ആണെങ്കിൽ തേക്കാൻ കേട്ടോ. ഇത്രയേ പരിപാടി. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം ഇനി ഇത്
ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി നല്ലപോലെ കഴുകി കളയുക. പിന്നെ തലയിൽ ഒരു കുറച്ച് നേരത്തേക്ക് എണ്ണയും തേച്ച് പിടിക്കാൻ സമയം കൊടുത്തിട്ട് ഷാമ്പു ഉപയോഗിക്കത്തില്ല. നാച്ചുറൽ ആയതുകൊണ്ടൊന്നുമല്ല, ഷാമ്പു തേച്ചാൽ കുറേ മുടി പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പത്തേക്ക് ഞാൻ ഷാമ്പു മാറ്റി താളി തേച്ച് കഴുകിക്കളയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ, സീ ടാറ്റാ.